അസ്സലാമു അലൈക്കും. നമ്മളിടയ്ക്ക് കാണാവുന്നൊരു ഈ സംഘപരിവാരത്തിൻ്റെ കുറച്ച് ആളുകളുണ്ട്. അവർ പറയുന്നൊരിതാണ് ഹിന്ദു ഉണർന്നാൽ, ഹിന്ദുക്കളെല്ലാം ഭാരതത്തിൽ ഉണർന്നാൽ അങ്ങനെയെന്ന്. എനിക്ക് പറയാനുള്ളത് ശരിക്കും യഥാർത്ഥ ഹിന്ദുക്കൾ ഉണരണം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹിന്ദുക്കളുടെ പേര് പറഞ്ഞിട്ടുള്ള ഈ സംഘപരിവാരം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കളെ കൊലക്കൊടുക്കുകയാണ്. ശ്രീരാമസേന കർണാടകയിൽ ചെയ്ത പണിയാണ്. അവർ ചെയ്ത പണി എന്താ? ഒരു പ്രധാന അധ്യാപകനെ മാറ്റാൻ, അല്ലെങ്കിൽ അയാൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് അയാളോടുള്ള വിരോധം കാരണം മാത്രം ആ കുടിവെള്ള പദ്ധതിയിൽ കുടിവെള്ളത്തിൽ വിഷം കലർത്തിക്കുക. അപ്പോൾ എത്ര ക്രൂരമായ ചിന്താഗതിയാണ് ഇവരെന്നുള്ളത് ചിന്തിച്ചാൽ മതി. അവിടെ പഠിക്കുന്ന മക്കൾ നിങ്ങളതാണ്. നിങ്ങളവിടെ കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ടാണ് പിഞ്ചു മക്കൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ളത്തിൽ വിഷം കലർത്തിയിട്ട് 3 പേര് ശ്രീരാം സേന എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അവർക്ക് അവരുടേതായ കുറച്ച് അജണ്ടകളുണ്ട്. കുറച്ച് കൊള്ളടിക്കണം, അല്ലെങ്കിൽ കുറച്ച് കലാപങ്ങൾ ഉണ്ടാക്കണം, അവർക്ക് അധികാരം പിടിക്കണം. അതന്നെയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ട കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് മാംസത്തിൻ്റെ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുക. പിടിക്കപ്പെടുന്നത് ഇവരായിരിക്കും. പിന്നെ മനോരോഗി എന്നൊക്കെ പേര് വരും, അത് വേറെ കഥ. എങ്കിൽ കൂടെ ഇവരായിരിക്കും. അപ്പോൾ നിങ്ങൾ പവിത്രമായി കാണുന്ന ആ ക്ഷേത്രത്തിൽ അവിടെ വരെ ഇവർക്ക് അല്ലെങ്കിൽ അവർക്ക് അതിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ പറയുകയും ചെയ്യും. ഇത് നമ്മളൊരു നാട്ടുചൊല്ലുണ്ടല്ലോ, മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞ പോലെയാണ്. അത്ര ക്രൂരമായ ചിന്താഗതിയാണ് ഇവരുടെ. തമ്മിൽ തല്ലിപ്പി വേണ്ടി വിഷം കലർത്തുക. എന്നിട്ട് കുട്ടികൾ ചത്താലും വേണ്ടി കുഴപ്പമില്ലേ, ഇവർ കലാപം ഉണ്ടായാൽ മതി. ഇവർക്ക് ആ പ്രധാന അധ്യാപകൻ്റെ പേര് പടി പോയാൽ മതി. ഇനിയിപ്പോൾ ഏറിയപ്പോൾ ഒരാളാണ് ഇതിപ്പോൾ തെളിഞ്ഞില്ലെങ്കിൽ ഒരാളാണ് ശിക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ ആ പ്രധാന അധ്യാപകൻ അല്ലേ. ഇനിയിപ്പോൾ കേസ് തെളിഞ്ഞില്ല എന്ന് വിചാരിക്കും, അയാളൊരു നിരപരാധിയാണ്, അയാൾ കുടുങ്ങും. പക്ഷെ അപ്പോഴും ജീവൻ നഷ്ടപ്പെടുന്ന പിള്ളേരെ എത്ര ഉണ്ടെന്ന് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയുള്ളത് യഥാർത്ഥ ഹിന്ദുക്കൾ ഉണരണം. ഇവരെ നിങ്ങൾ ഈ നാണയങ്ങളെ നിങ്ങൾ ശരിക്കും തിരിച്ചറിയണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.